ഹായ് ഗൈസ്, റിവ്യൂ പോയിന്റിന്റെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. സൂപ്പർ സ്റ്റാർ രജനികാന്തിനെ നായകനാക്കി നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്തു വരുന്ന ജയിലർ 2 എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വർക്കുകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ജനുവരി മാസം തന്നെ ഈ സിനിമയുടെ എൻ്റെ ഷൂട്ട് പൂർത്തിയാകുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. രജനികാന്തിനൊപ്പം ലാലേട്ടൻ, ശിവരാജ് കുമാർ, ഷാരൂഖ് ഖാൻ ഒക്കെ കാമിയോ വേഷങ്ങളിലെത്തുന്ന ഈ സിനിമയ്ക്ക് വളരെയധികം പ്രതീക്ഷകളോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നതും. വരുന്ന ജൂൺ മാസം 12-ാം തീയതി ഈ ചിത്രം റിലീസിനെത്തും. ജയിലർ 2-ന് ശേഷം രജനികാന്ത് അടുത്തതായി നായകനാകുന്ന ചിത്രം ആരായിരിക്കും സംവിധാനം ചെയ്യുകയെന്ന് ഏറെ നാളുകളായി കേൾക്കുന്ന ഒരു റൂമറായിരുന്നു. ആദ്യം ലോകേഷ് ഈ സിനിമ സംവിധാനം ചെയ്യും, നെൽസൺ തന്നെയാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്, പിന്നെ പാർക്കിംഗ് സിനിമ സംവിധാനം ചെയ്ത രാജ്കുമാർ പെരിയസ്വാമിയാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് എന്നൊക്കെ രീതിയിൽ നിരവധി വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്തായാലും ഈ ചിത്രത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഇന്ന് സിനിമയുടെ നിർമ്മാതാക്കളായ രാജ്കമൽ ഫിലിംസിന് വേണ്ടി ഉലകനായകൻ കമൽഹാസൻ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. നിലവിൽ പുറത്തു വന്നിട്ടുള്ള അപ്ഡേറ്റുകൾ പ്രകാരം ശിവകാർത്തികേയനെ നായകനാക്കി ഡോൺ എന്ന സിനിമ സംവിധാനം ചെയ്ത സിബി ചക്രവർത്തിയാണ് ഈ തലൈവർ 173 സംവിധാനം ചെയ്യുക. നമ്മൾ സ്ഥിരം കാണാറുള്ള ഒരു രജനികാന്തിന്റെ ഒരു മാസ് ആക്ഷൻ സിനിമയായിട്ടല്ല ഈ ഒരു സിനിമ ഒരുങ്ങുന്നതെന്നും ഒരു ഫാമിലി ക്രൈം ത്രില്ലറായിട്ടാണ് ഒരുങ്ങുന്നതെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സിനിമയുടെ ഷൂട്ട് വരുന്ന മാർച്ച് മാസം ആരംഭിച്ച് 2027 പൊങ്കൽ ദിനത്തിൽ ഈ ചിത്രം റിലീസിന് എത്തുകയും ചെയ്യും. തിയേറ്ററുകളിൽ മിന്നുന്ന വിജയം സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്ന സർവമായ എന്ന ചിത്രത്തിലൂടെ വമ്പൻ തിരിച്ചുവരവ് നടത്തിയ നിവിൻ പോളിയുടെ അടുത്ത സിനിമയുടെ ഷൂട്ടിംഗ് വർക്കുകൾ ഇന്ന് ആരംഭിക്കുകയുണ്ടായി. ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന പേര് നൽകിയിരിക്കുന്ന ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് പ്രേമലു എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമ സംവിധാനം ചെയ്ത ഗിരീഷ് ഷേഡിയാണ്. പിന്നെ മമിത ബൈജു ആണ് നിവിൻ പോളിക്കൊപ്പം ഈ ചിത്രത്തിൽ നായികയായിട്ടെത്തുക. സത്യത്തിൽ ഈ ഒരു സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ കഴിഞ്ഞ നവംബർ മാസം ആരംഭിക്കേണ്ടതായിരുന്നു. എന്നാൽ ഷൂട്ടിന് ഇത്രയും ഡിലേ വന്നതിന് കാരണം തന്നെ മമിത ബൈജുവിന്റെ ഡേറ്റ് തന്നെയാണ്. സൂര്യക്കൊപ്പം സൂര്യ 46, അതുപോലെ തന്നെ വിജയ്ക്കൊപ്പം ജനനായകൻ സിനിമയുടെ ഡബിംഗ് വർക്കുകളൊക്കെ അതൊക്കെ ഒന്ന് പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് മമിത ബൈജു ഡേറ്റ് നീട്ടി ചോദിച്ചത്. കൃത്യമായി പറഞ്ഞാൽ മമിത ബൈജു പറഞ്ഞിരുന്നു ഈ ഒരു സിനിമയിൽ എന്നെ മാറ്റിയിട്ട് വേണേ ആരെങ്കിലും എടുക്കുന്നെങ്കിൽ എടുത്തോളൂ എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അവരതിന് തയ്യാറാകാതെ മമിത ബൈജുവിന്റെ ആ ഒരു പെർഫോമൻസ് കണ്ടുകൊണ്ടാവണം അവരത് കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഷൂട്ട് ആരംഭിച്ചിട്ടുണ്ട്. വരുന്ന ഒരു ഓണം റിലീസായിട്ടാകും ബെത്ലഹേം കുടുംബ യൂണിറ്റ് തിയേറ്ററുകളിലേക്ക് എത്തുക. അടുത്തത് മലയാളി സിനിമാ പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് പാട്രിയറ്റ്. അതിന് കാരണം വേറൊന്നുമല്ല, നമ്മുടെ താരരാജാക്കന്മാരായ ലാലേട്ടൻ, മമ്മൂക്ക, ഒപ്പം തന്നെ കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നയൻതാര, രേവതി, ദർശന രാജേന്ദ്രൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളാവുന്ന പാട്രിയറ്റ് എന്ന സിനിമയുടെ ഷൂട്ട് ഇന്ന് പായിക്കപ്പാവുകയുണ്ടായി. മാലിക്, അതുപോലെ തന്നെ മലയൻ കുഞ്ഞ്, ടേക്ക് ഓഫ് പോലുള്ള സിനിമകൾ സംവിധാനം ചെയ്ത മഹേഷ് നാരായണനാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. ഏകദേശം 140 ദിവസം കൊണ്ടാണ് ഈ ഒരു സിനിമയുടെ ഷൂട്ട് പൂർത്തീകരിച്ചത്. കൃത്യമായി പറഞ്ഞാൽ ഏകദേശം 6 മാസം സമയമെടുത്തിട്ടാണ് ഈ ഒരു സിനിമയുടെ ഷൂട്ട് പൂർത്തീകരിച്ചിട്ടുള്ളത്. ഒരു ആക്ഷൻ ക്രൈം ത്രില്ലർ പശ്ചാത്തലത്തിലാണ് ഈ ഒരു സിനിമ ഒരുങ്ങിയിട്ടുള്ളതെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. ലാലേട്ടനും മമ്മൂക്കയും ഫഹദ് ഫാസിലും കുഞ്ചാക്കോവനൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത് പ്രധാനമായും മമ്മൂക്കനെ ഫോക്കസ് ചെയ്തിട്ട് വരുന്നൊരു സിനിമയായിരിക്കുമെന്നാണ് നമുക്ക് ഒരു ടീസർ കണ്ടപ്പോൾ മനസ്സിലായത്. പിന്നെ ഇതിൻ്റെ അകത്ത് ലാലേട്ടൻ ഒരു എക്സ് ആർമി ഓഫീസറായിട്ടും നമ്മുടെ മമ്മൂക്ക അവതരിപ്പിക്കുന്നത് ഒരു എക്സ് സീക്രട്ട് ഏജന്റ് ആയിട്ട്, ഒരു നമ്മുടെ NIA ഒരു സീക്രട്ട് ഏജന്റ് ആയിട്ടുമാണ് മമ്മൂക്ക അവതരിപ്പിക്കുന്ന ക്യാരക്ടർ വരുന്നതെന്നും പറയപ്പെടുന്നു. ഇവർ റിട്ടയർഡ് ആയ ശേഷം ഇവർക്കൊരു ഇഷ്യൂ ഉണ്ടാവുകയും പിന്നീട് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയുടെ കഥയെന്നാണ് റൂമറുകൾ പറയുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം സിനിമയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായി. അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട്. മാത്രവുമല്ല വരുന്ന ഏപ്രിൽ മാസം 9-ാം തീയതി ഈ ചിത്രം റിലീസിന് എത്തിക്കാനായിട്ട് തിയേറ്റർ ചാർട്ടിംഗ് നടക്കുന്നതായിട്ടും പറയപ്പെടുന്നുണ്ട്. ആൻഡോ ജോസഫ് ഫിലിം കമ്പനിക്ക് വേണ്ടി ആൻഡോ ജോസഫ് ആണ് പാട്രിയറ്റ് നിർമ്മിക്കുന്നത്. ഉണ്ണി മുകുന്ദൻ, അപർണ ബാലമുരളി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി ക്രിസ്മസ് റിലീസായി കഴിഞ്ഞ ഡിസംബർ 25-ന് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ് മിണ്ടിയും പറഞ്ഞും. സിനിമയുടെ 9 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ 9 ദിവസങ്ങൾ കൊണ്ട് സിനിമയ്ക്ക് വെറും 29 ലക്ഷം രൂപ മാത്രമാണ് തിയേറ്റർ കളക്ഷനായി സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇത് മുമ്പം കണ്ട ഒരു ഷൂട്ട് കഴിഞ്ഞൊരു സിനിമയായിരുന്നു. 2018-ലോ 2019-ലോ കണ്ട ഷൂട്ട് കഴിഞ്ഞ സിനിമയായിരുന്നു. പക്ഷെ പല കാരണങ്ങളെ റിലീസ് ചെയ്യാതെ ഈ ഒരു ടൈമിൽ വന്ന് റിലീസ് ചെയ്തു. അത് മാത്രവുമല്ല, ഏകദേശം 50 ലക്ഷം രൂപ അടുത്ത് ഈ ഒരു സിനിമ റിലീസിന് എത്തിക്കാനായിട്ട് ഈ ഒരു ടൈമിൽ ഒരു മുടക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ പൈസ പോലും ഈ സിനിമയ്ക്ക് തിരിച്ചു കിട്ടിയില്ല എന്നത് തെലുങ്കിൽ നിന്നും ഉടൻ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഒരു ഫാന്റസി ഹൊറർ കോമഡി സിനിമയാണ് ദ രാജസാബ്. പ്രഭാസ് നായകനാവുന്ന ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് മാരുതിയാണ്. ട്രെയിലറും ടീസറും ഒക്കെ കാണുമ്പോൾ ഇത് കുറച്ച് ഓവറല്ലേ എന്ന് തോന്നുന്നൊരു ഫീലായിരുന്നു എനിക്കുണ്ടായത്. നിങ്ങൾക്ക് ഈ ഒരു ട്രെയിലർ കണ്ടപ്പോൾ എന്ത് തോന്നിയെന്ന്, അല്ലെ ഈ ഒരു സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ഈ സിനിമ ഇപ്പോൾ സെൻസറിങ് പൂർത്തിയായിട്ടുണ്ട്. ഏകദേശം 3 മണിക്കൂറും 9 മിനിറ്റുമാണ് ഈ രാജാസാബിന്റെ ടോട്ടൽ റണ്ണിങ് ടൈം. പിന്നെ 16+ US സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ചിട്ടുള്ളത്. 16 വയസ്സിന് മുകളിലുള്ളവർ കാണുക എന്ന് പറയുന്നൊരു സർട്ടിഫിക്കറ്റ് ആണ്. എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത് ജസ്റ്റ് ഈ സിനിമ ഇങ്ങനെ ഒരു ജോണറിൽ ഒരു സിനിമ പറയുമ്പോൾ തന്നെ അത് എങ്ങനെ ഈ ഒരു 3 മണിക്കൂറൊക്കെ പ്രേക്ഷകർ കണ്ടിരിക്കും എന്നുള്ളത്
ചിന്തിക്കാൻ പറ്റുന്നില്ല. ഈ ജോണറിൽ സിനിമ വരണം, ഇങ്ങനെയുള്ള സിനിമകളൊക്കെ വരണം, അങ്ങനെയൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇത്രയും വലിയൊരു ടൈം, പ്രത്യേകിച്ച് അതിന്റെ സെക്കൻഡ് ഹാഫ് മാത്രം 1 മണിക്കൂർ 40 മിനിറ്റ് ഉണ്ടെന്ന് പറയുന്നത്. 1 മണിക്കൂർ 40 മിനിറ്റിൽ ഇവിടെ ഓരോ സിനിമകളുടെ ഫുൾ സ്റ്റോറി പറഞ്ഞിട്ട് പോകുന്ന സമയത്താണ് ഇവരൊരു സെക്കൻഡ് ഹാഫ് മാത്രം ഇങ്ങനെ പറയാൻ പോകുന്നത്. പിന്നെ മൊത്തത്തിൽ കുറച്ച് ഓവറല്ലേ എന്ന് തോന്നുന്ന ഒരു അനുഭവമാണ്. എന്തായാലും നമുക്ക് കണ്ടു നോക്കാം. വരുന്ന ജനുവരി 8-ാം തീയതി വൈകിട്ട് മുതലാണ് ഈ സിനിമയുടെ പ്രീമിയർ ഷോ ആരംഭിക്കുക. ജനുവരി 9-ന് നമുക്ക് തിയേറ്ററുകളിൽ കാണാൻ സാധിക്കും. കേരളത്തിൽ മലയാളത്തിലും ചിത്രം റിലീസിനെത്തുന്നുണ്ട്. അടുത്തത് മമ്മൂക്ക ആരാധകർ ഏറ്റവും അധികം കാത്തിരിക്കുന്ന സിനിമയാണ് മമ്മൂക്ക ഖാലിദ് റഹ്മാൻ കൂട്ടുകെട്ടിൽ വരാനിരിക്കുന്ന ഒരു ഗ്യാങ്സ്റ്റർ ആക്ഷൻ ത്രില്ലർ സിനിമ. ഈ ചിത്രത്തിൽ ഇപ്പോൾ ക്യാമറ വർക്ക് കൈകാര്യം ചെയ്യുന്നത് തല്ലുമാല, അതുപോലെ തന്നെ ആലപ്പുഴ ജിംഖാന എന്ന സിനിമകൾക്കെല്ലാം ക്യാമറ ഒരുക്കിയിട്ടുള്ള ജിംഷി ഖാലിദ എന്നുള്ള കാര്യം മൂവിക്ക് തന്നെ ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു കാര്യത്തിന് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിനെ അല്ലെങ്കിൽ ഷരീഫ് മുഹമ്മദിനെ അഭിനന്ദിച്ചേ മതിയാവൂ. അവരിപ്പം 3ാമത്തെ സിനിമയാണ്, ഓൾറെഡി അവർ മാർക്കോ എടുത്തു, അതിന്റെ വലിയൊരു വിജയമായി നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ കാട്ടാളൻ എന്ന് പറഞ്ഞുകൊണ്ട് ആന്റണി വർഗീസിനെ വെച്ചൊരു സിനിമ എടുക്കുന്നു. ഈ സിനിമകൾക്കെല്ലാം കൃത്യമായ ടൈമിൽ, അതായത് ഒരു പ്രീ പ്രൊഡക്ഷൻ നടക്കുന്ന ടൈമിൽ തന്നെ അവിടെ തൊട്ട് സിനിമയുടെ ആ ഒരു റിലീസ് വരെ കൃത്യമായ ടൈമിൽ ഈ അപ്ഡേറ്റ്സ് ഒക്കെ തരുന്നതിൽ ഈ ഷരീഫ് മുഹമ്മദിനെ അത് അഭിനന്ദിച്ചേ മതിയാകൂ. അത്രയും കറക്റ്റായിട്ട് ആ ഒരു കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നൊരു ഫിലിം കമ്പനിയാണ് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഈ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി. രാഘവ ലോറൻസ് നായകനായും സംവിധായകനായും വരാനിരിക്കുന്ന സിനിമയാണ് കാഞ്ചന 4. കാഞ്ചന സീരീസിലെ 4-മത്തെയോ 5-മത്തെയോ സിനിമ എങ്ങാണ്ടെയാണ്. ആദ്യമൊക്കെ ഞാൻ ഈ ഒരു സിനിമകളുടെയൊക്കെ ഫാനായിരുന്നു. പിന്നെ റീസെന്റ് ആയിട്ട് വന്ന സിനിമയൊക്കെ വൻ ദുരന്തമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്തായാലും സിനിമയുടെ കാഞ്ചന 4 എന്ന് പറയുന്ന 5-ാം ഭാഗം റിലീസിനെത്തുന്നത് വരുന്ന സെപ്റ്റംബർ മാസമായിരിക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. സിനിമയുടെ ഷൂട്ടൊക്കെ ഏകദേശം തീരാറായി. നമ്മുടെ പൂജ ഹെഗ്ഡെയും രാഘവ ലോറൻസ് ഒക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തുന്നത്. ഷൂട്ട് ഈ വരുന്ന ഫെബ്രുവരി മാസത്തോടു കൂടി പൂർത്തിയാകും. പക്ഷേ ആ ഒരു ഫെസ്റ്റിവൽ റിലീസായിട്ട്, പൂജ റിലീസായിട്ട് സെപ്റ്റംബർ മാസമേ കാഞ്ചന 4 തിയേറ്ററുകളിലേക്ക് എത്തുകയുള്ളൂ എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. സൂര്യ 47 സൂര്യൻ നായകനാക്കി ജിത്തു മാധവൻ സംവിധാനം ചെയ്തു വരുന്ന ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആക്ഷൻ കോമഡി അങ്ങനെ പല ജോണറുകളിൽ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് സൂര്യ 47. സൂര്യകപൻ, നസ്രിയ, നസ്ലിൻ എന്നിവരൊക്കെയാണ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്. മൊത്തത്തിൽ ഒരു ക്രൂ തന്നെ, ഈ സിനിമയുടെ ക്രൂ തന്നെ മലയാളികളായിട്ട് ഉള്ളവരാണെന്ന് എടുത്തു തന്നെ പറയണം. ഏകദേശം 22 കോടി രൂപ ബഡ്ജറ്റിലാണ് സിനിമ ഒരുങ്ങുന്നത്. അത് വിത്തൗട്ട് സൂര്യയുടെ സാലറി കൂടാതെ 22 കോടി രൂപയ്ക്കാണ് ഈ ഒരു സിനിമ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഈ സിനിമയുടെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഓൾറെഡി സിനിമയുടെ ഫസ്റ്റ് ഷെഡ്യൂൾ ചിത്രീകരണം കൊച്ചിയിൽ വെച്ച് പൂർത്തിയായിരുന്നു. അത് പ്രധാനമായും ഒരു പ്രൊമോ വീഡിയോയുടെ ഒരു ഷൂട്ടാണ് അവിടെ വെച്ച് നടന്നിട്ടുള്ളത്. അത് ക്രിസ്മസിന് മുന്നേ തന്നെ പൂർത്തീകരിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു പ്രൊമോ വീഡിയോയ്ക്ക് പിന്നാലെ സിനിമയുടെ സെക്കൻഡ് ഷെഡ്യൂൾ ചിത്രീകരണം വരുന്ന ജനുവരി 17-ാം തീയതി മുതൽ ചെന്നൈയിൽ വെച്ച് ആരംഭിക്കുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ചെന്നൈയിൽ ഒരു സ്റ്റുഡിയോയിൽ വെച്ചാണ് ഷൂട്ട് നടക്കുക. അവിടെ പ്രധാനമായും ഈ സിനിമയിലെ ഒരു അടിച്ചുപൊളി പാട്ടിൻ്റെ ഒരു ഷൂട്ടാണ് നടക്കുന്നതെന്നും ചില റൂമറുകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു സിനിമയുടെ റിലീസൊക്കെ അവർ പ്ലാൻ ചെയ്യുന്നത് ഒരു ഓണം ടൈമിലൊക്കെ റിലീസിന് എത്തിക്കാനൊക്കെ ഉള്ള ഒരു പ്ലാൻ നടക്കുന്നതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഈ ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി. തുടരും എന്ന സിനിമയ്ക്ക് ശേഷം ലാലേട്ടനെ നായകനാക്കി തരുൺ മൂർത്തി സംവിധാനം ചെയ്യാനിരിക്കുന്ന സിനിമയാണ് L365. ഈ സിനിമയുടെ ഷൂട്ടിംഗ് അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഓൾറെഡി ഈ ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ ഇവരുടെ ഈ മൂവി ടീം പൂർത്തീകരിച്ചത് ദുബായിൽ വെച്ചായിരുന്നു. എന്തായാലും ആ വർക്കുകളെല്ലാം ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതിനാൽ തന്നെ ഈ ചിത്രത്തിന്റെ ഷൂട്ട് ഉടൻ തന്നെ തുടങ്ങാനായിട്ടുള്ള തീരുമാനത്തിലാണ്. മൂവാറ്റുപുഴയാണ് പ്രധാന ലൊക്കേഷനായി അവർ തിരഞ്ഞെടുത്തിട്ടുള്ളത്. വരുന്ന ജനുവരി മാസം അവസാന വാരം ഒരു 25-ാം തീയതിക്ക് ശേഷം മൂവാറ്റുപുഴയിൽ വെച്ച് ഷൂട്ട് ആരംഭിക്കും. ആദ്യം ഈ ലാലേട്ടൻ ജോയിൻ ചെയ്യുന്നില്ല ചിത്രത്തിൽ. ഫെബ്രുവരി പകുതിയോടുകൂടി മാത്രമായിരിക്കും ലാലേട്ടൻ ജോയിൻ ചെയ്യുക. ഇതിനിടയ്ക്ക് ലാലേട്ടൻ കുറച്ച് കമ്മിറ്റ്മെന്റുകൾ തീർക്കാനുണ്ട്. അതിൽ പ്രധാനമായ ഒരു കമ്മിറ്റ്മെന്റ് ആണ്, കഴിഞ്ഞ ദിവസം കമന്റിനടുത്ത് പലരും ചോദിച്ചിരുന്നു, ഒറ്റക്കൊമ്പനിൽ ലാലേട്ടൻ അഭിനയിക്കുന്നില്ല എന്ന്. തീർച്ചയായിട്ടും അഭിനയിക്കുന്നുണ്ടെന്ന് തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ എത്ര ദിവസം ലാലേട്ടൻ സിനിമയിൽ ഉണ്ടാകും, അതിനെപ്പറ്റി അല്ലെ എന്നാണ് ലാലേട്ടൻ ജോയിൻ ചെയ്യുക എന്നുള്ള കൃത്യമായ വിവരങ്ങളൊന്നുമില്ല. എന്തായാലും ലാലേട്ടൻ്റെ ഒരു ഡേറ്റിന് വേണ്ടിയാണ് ഒറ്റക്കൊമ്പൻ്റെ ഷൂട്ടിങ്ങിന് നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ലാലേട്ടനും കൂടെ പങ്കാളിയാകുന്ന സീക്വൻസോട് കൂടി ആരംഭിക്കാനാണ് മൂവി ടീം പ്ലാൻ ചെയ്യുന്നത്. പ്രധാനമായും ചിത്രത്തിന്റെ ലൊക്കേഷൻ ഇനി ഒറ്റക്കൊമ്പന് പൂർത്തീകരിക്കാനുള്ളത് മലേഷ്യ, സിംഗപ്പൂർ എന്നിവിടങ്ങളിലൊക്കെയാണ്.